പൈത്തൺ ബൂട്ട്ക്യാമ്പിൻ്റെ രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് പൈത്തണിൽ ഒരു ഹലോ വേൾഡ് പ്രോഗ്രാം റൺ ചെയ്യുക. നമ്മുടെ കൺസോളിൽ അല്ലെങ്കിൽ ഔട്ട്പുട്ട് വിൻഡോയിൽ ഒരു ഹലോ വേൾഡ് എന്നുള്ള ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു പ്രോഗ്രാമിനെയാണ് നമ്മൾ ഹലോ വേൾഡ് പ്രോഗ്രാം എന്ന് പറയാം. ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോഗ്രാം ആയിരിക്കും ഈ ഹലോ വേൾഡ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വർക്കിംഗ് പ്രോഗ്രാമിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഈ ഹലോ വേൾഡ് പ്രോഗ്രാം ഉപയോഗിക്കാം. യൂഷ്വലി നമ്മൾ പുതിയൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഹലോ വേൾഡ് പ്രോഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ഒരു കൺവെൻഷനാണ്. നമുക്കറിയാം, ഏതൊരു പൈത്തൺ കോഡ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മുടെ കമ്പ്യൂട്ടറിൽ പൈത്തൺ ഇൻ്റർപ്രിറ്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവണം. പ്രീവിയസ് വീഡിയോയിൽ എങ്ങനെയാണ് പൈത്തൺ ഇൻ്റർപ്രിറ്ററും അതേപോലെ പൈച്ചാം IDEയും ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പൈച്ചാം IDE ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആ സ്റ്റാർട്ട് മെനുവിൽ പൈച്ചാം ഒന്ന് സെർച്ച് ചെയ്തിട്ട് IDE ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ആയിട്ട് വരുന്ന ഈ വിൻഡോയിലെ ന്യൂ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് നമ്മുടെ പ്രോജക്റ്റിൻ്റെ പേര് ഹലോ വേൾഡ് എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ പൈത്തൺ ഇൻ്റർപ്രിറ്ററിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ക്രിയേറ്റ് കൊടുക്കാം. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഹലോ വേൾഡ് എന്ന് പറഞ്ഞ പ്രോജക്റ്റിലുള്ള പൈത്തൺ ഫയൽസാണ് ഇവിടെ കാണുന്നത്. ഡിഫോൾട്ടായിട്ട് മെയിൻ എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അതിലെ കോഡ് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. പൈത്തൺ ഫയൽസിൻ്റെ എക്സ്റ്റൻഷൻ .py എന്നായിരിക്കും. നമ്മൾ പിക്ചേഴ്സ് JPG PNG അങ്ങനെയുള്ള എക്സ്റ്റൻഷനിലൊക്കെ ഉള്ളതുപോലെ പൈത്തൺ ഫയൽസിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .py എന്നായിരിക്കും. സോ ഇവിടെയുള്ള ഈ മെയിൻ .py എന്ന് പറഞ്ഞിട്ടുള്ള ഫയലിലാണ് നമ്മൾ നമ്മുടെ പ്രോഗ്രാം എഴുതാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൺസോളിൽ ഹലോ വേൾഡ് എന്ന് പ്രിൻ്റ് ചെയ്യുന്ന പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിനു വേണ്ടി പൈത്തണിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രിൻ്റ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനാണ്. പ്രിൻ്റ് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ഒരു പാരന്തസിസ് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ ഡബിൾ കോട്ട്സിലോ അല്ലെങ്കിൽ സിംഗിൾ കോട്ട്സിലോ നമുക്ക് എന്താണോ ഡിസ്പ്ലേ ചെയ്യാനുള്ള ആ ടെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമുക്ക് ഹലോ വേൾഡ് എന്നാണ് ഡിസ്പ്ലേ ചെയ്യാനുള്ളത്. സോ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ ഹലോ വേൾഡ് എന്ന് ടൈപ്പ് ചെയ്യുക. പ്രോഗ്രാം റൺ ചെയ്യാൻ വേണ്ടി ടോപ്പ് റൈറ്റ് കോർണറിലുള്ള ഈ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമുക്ക് താഴെ കൺസോളിൽ ഹലോ വേൾഡ് എന്നുള്ള ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്തത് കാണാം. സോ ഇങ്ങനെയാണ് പൈച്ചാം IDE യൂസ് ചെയ്തിട്ട് നമ്മളൊരു ഹലോ വേൾഡ് പ്രോഗ്രാം റൺ ചെയ്യുക. ഇനി ഇവിടെ നമ്മൾ ഈ ഹലോ വേൾഡിന് പകരം നമുക്ക് എന്താണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും കൺസോളിൽ ഡിസ്പ്ലേ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ഗുഡ് മോർണിംഗ് എന്ന് കൊടുത്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ കൺസോളിൽ ഗുഡ് മോർണിംഗ് എന്നായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ പ്രിൻ്റ് ഫംഗ്ഷനും അതേപോലെ സ്ട്രിങ് മാനിപ്പുലേഷൻസ് എല്ലാം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.